Functions of management. In this chapter we are discussing only planning and organizing functions. Okay, അപ്പോൾ എന്താണ് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഫങ്ഷൻ ഇസ് ആൻ ആക്ടിവിറ്റി പെർഫോംഡ് ബൈ മാനേജർ ഇൻ ദ പ്രോസസ് ഓഫ് മാനേജിങ് എ ബിസിനസ് കൺസേൺ. അതായത് മാനേജ്മെൻറ്റ് ഓഫ് എ മോഡേൺ ബിസിനസ് എൻ്റർപ്രൈസ് ഇസ് എ കോംപ്ലെക്സ് പ്രോസസ്. നിങ്ങൾക്കറിയാം, ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട് ടു അണ്ടർസ്റ്റാൻഡ് ദ റിയൽ നേച്ചർ ഓഫ് this process without studying its various facets. So in the process of managing, a manager performs various functions for the achievement of predetermined objectives. Many authorities and scholars on management have discussed the functions of management. അതായത് there is no unanimity among them. അതായത് ഒരു എന്താ പറയുക, there is no universally accepted classification of managerial function. But at the same time, it is significant to note that though there is disagreement over the grouping and classification of management functions, there is general agreement that certain functions exist. ഓക്കെ, അപ്പോൾ മാനേജ്മെൻറ്റ് ഫങ്ഷൻസ് മേ ബി ക്ലാസിഫൈഡ് അണ്ടർ ടു ഹെഡ്സ്. കാര്യമായിട്ട് വരുന്നത് ഓപ്പറേറ്റീവ് ഫങ്ഷൻസ് ആൻഡ് മാനേജറിയൽ ഫങ്ഷൻസ് ആണ്. അപ്പോൾ ഓപ്പറേറ്റീവ് ഫങ്ഷൻസിൽ വരുന്നതാണ് ഏത്? ഇറ്റ് കൺസിസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, മാർക്കറ്റിംഗ്, ഫിനാൻസ്, പേഴ്സണൽ, മെറ്റീരിയൽ ആൻഡ് ഓഫീസ്. ആൻഡ് മാനേജറിയൽ ഫങ്ഷൻസ് കംപ്രൈസ് ഓഫ് ഏതൊക്കെയാണ്? പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, കോർഡിനേറ്റിംഗ് ആൻഡ് കൺട്രോളിംഗ്. അപ്പം നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഓപ്പറേറ്റീവ് ഫങ്ഷൻസ് നോക്കുന്നില്ല. വി ആർ കൺസിഡറിങ് ഓൺലി മാനേജറിയൽ ഫങ്ഷൻസ്. ഓക്കെ, അപ്പോൾ ഈ മാനേജറിയൽ ഫങ്ഷൻസിൽ വരുന്നത് ഡിഫറെൻറ്റ് ഓതേഴ്സ് ഹാവ് ക്ലാസിഫൈഡ് മാനേജറിയൽ ഫങ്ഷൻസ് ഡിഫറെൻ്റ്ലി. സോ ലെറ്റ്സ് ഡിസ്കസ് ദ ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻസ് എങ്ങനെയൊക്കെയാണ് വന്നിരിക്കുന്നത് നോക്കാം. ഞാൻ പറഞ്ഞല്ലോ, മാനേജ്മെൻറ്റ് ഇസ് ഡിസ്ക്രൈബ്ഡ് ആസ് എ പ്രോസസ്, സോ ഇറ്റ് മസ്റ്റ് ഹാവ് സം സ്റ്റെപ്സ്. അപ്പോൾ ഹെൻറി ഫയോൾ പറഞ്ഞതാണ്. ഹെൻറി ഫയോൾ ഗേവ് ഫോർ ദ ഫസ്റ്റ് ടൈം എ ക്ലിയർ ഫങ്ഷണൽ ഡെഫിനേഷൻ ഓഫ് മാനേജ്മെൻറ്റ്. ഹെൻറി ഫയോളിൻ്റെ അഭിപ്രായത്തിൽ എന്തായിരുന്നു എന്ന് വെച്ചാൽ, ടു മാനേജ് ഇസ് ടു ഫോർകാസ്റ്റ് ആൻഡ് പ്ലാൻ, ടു ഓർഗനൈസ്, ടു കമാൻഡ്, ടു കോർഡിനേറ്റ് ആൻഡ് ടു കൺട്രോൾ. This Fayol has given 5 functions of management. ഏതെല്ലാണ്? ഫോർകാസ്റ്റിംഗ് ആൻഡ് പ്ലാനിങ്, കമാൻഡിങ്, ഓർഗനൈസിങ്, കോർഡിനേഷൻ ആൻഡ് കൺട്രോൾ. ഓക്കെ, ഫോർകാസ്റ്റിംഗ്, ഓർഗനൈസിങ്, കമാൻഡിങ്, കോർഡിനേഷൻ ആൻഡ് കൺട്രോൾ. നേരെ മറിച്ച് ജോർജ് ആർ ടെറീസ് ക്ലാസിഫിക്കേഷൻ എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ, ഹി ഡിസ്ക്രൈബ്ഡ് മാനേജറിയൽ ഫങ്ഷൻസ് അണ്ടർ 4 ഹെഡ്സ്. ഏതെല്ലാണ്? പ്ലാനിങ്, ഓർഗനൈസിങ്, ആക്ച്വേറ്റിംഗ് ആൻഡ് കൺട്രോളിങ്. ഓക്കെ, ലൂതർ ഗള്ളിക്, ദ ഫസ്റ്റ് ഡയറക്ടർ ഓഫ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫ് ദ USA, ലൂതർ ഗള്ളിക്കിൻ്റെ ക്ലാസിഫിക്കേഷൻ എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ, ഹിസ് ഫങ്ഷൻസ്, അതായത് ഹി കോയിൻ ദ വേർഡ് പോട്ട്സ്കോർ ടു ഡിസ്ക്രൈബ് ദ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ്. പോട്ട്സ്കോർ എന്ന് പറഞ്ഞാൽ P പ്ലാനിങ്, O ഓർഗനൈസിങ്, D directing, S staffing, CO coordinating, R reporting and B budgeting. ഓക്കെ, അപ്പം ചിലപ്പോൾ വൺ വേർഡൊക്കെ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഹൂ കോയിൻ ദ വേർഡ് പോട്ട്സ്കോർ? ആരാണ്? ലൂതർ ഗള്ളിക്. ദെൻ കൂൺസ് ഓ ഡോണലിൻ്റെ ഡെഫിനേഷൻ എടുക്കുകയാണെങ്കിൽ, കൂൺസ് ഓ ഡോണൽ പറഞ്ഞത് എങ്ങനെയാണെന്നറിയോ? He has classified, he explained 5 functions of management. അതാണ് ഇപ്പോൾ these functions are widely accepted functions of management everywhere. So കൂൺസ് ഓഡോണലിൻ്റെ ക്ലാസിഫിക്കേഷൻ വരുന്നത് പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിങ്. ഓക്കെ, ഇനി ഏണസ്റ്റ് ഡെയിലിൻ്റെ ക്ലാസിഫിക്കേഷൻ തന്നിട്ടുണ്ട്. അതിൽ പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ് ആൻഡ് control. Ernest Dale has classified 7 functions of management. ഏതെല്ലാണ്? പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്ഷൻ, കൺട്രോൾ, ഇന്നവേഷൻ ആൻഡ് റെപ്രസെൻറ്റേഷൻ. അപ്പം നമ്മൾ നോക്കാൻ പോവാണ് ഡീറ്റെയിൽ ആയിട്ട് വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ്. അങ്ങനെ നമുക്കൊരു എന്താ പറയുക, ദർ ഇസ് നോ യൂണിവേഴ്സലി ആക്സെപ്റ്റഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് മാനേജറിയൽ ഫങ്ഷൻസ് എന്നാണ് പറയുന്നത്. അതായത് നമ്മളൊരു എന്താ പറയുക, ജനറൽ എഗ്രിമെൻറ്റ് ദാറ്റ് സർട്ടൻ ഫങ്ഷൻസ് എക്സിസ്റ്റ് എന്നുള്ളതാണ്.
So for the purpose of analysis of management process, we shall classify managerial functions under 7 heads. ഓക്കെ, ഏതെല്ലാണ് യൂഷ്വലി ഇതുവരെ 5 ആയിട്ടായിരുന്നു തിരിച്ചത്. പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്റ്റിംഗ്, കൺട്രോളിംഗ് എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ 2 എണ്ണം കൂടെ കൂടിയിട്ടുണ്ട്. അതായത് കോമ്പറ്റിറ്റീവ് വേൾഡിൽ നമുക്ക് 2 ഫങ്ഷൻസും കൂടെ നിർബന്ധമായി വന്നിരിക്കുകയാണ്. ഏതൊക്കെയാണ്? ഇന്നവേറ്റിംഗ് ആൻഡ് റെപ്രസെൻറ്റിങ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം നോക്കാൻ പോണത്, നമുക്കറിയാം ദീസ് ഫങ്ഷൻസ് ആർ ഇൻ്റർ ഡിപ്പെൻഡൻറ്റ് ആൻഡ് ഇൻ്റർ റിലേറ്റഡ്. ദർ ഈസ് ഓൾസോ ഓവർലാപ്പിംഗ് ഓഫ് ദ ഫങ്ഷൻസ്. അതായത് ഫോർ എക്സാമ്പിൾ പ്ലാനിങ് ആൻഡ് കൺട്രോൾ, organizing and staffing and directing and control, and so on. So an overview of the nature and scope of these functions can be discussed. Okay, അപ്പോൾ എന്തൊക്കെയാണ് ഫങ്ഷൻസ് എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഓരോരുത്തരത് നോക്കി, ചില 3 ഫങ്ഷൻസ് പറയുന്നവർ 4 ഉണ്ട്, 5, 6, 7 അങ്ങനെ പറഞ്ഞ് പോകുന്നുണ്ട്. Ernest Dale has added 2 more managerial functions with the term innovating and representing. So first let's see what is planning. Okay, അപ്പോൾ പ്ലാനിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം എന്താണ് പ്ലാനിംഗ് എന്ന് പറഞ്ഞാൽ? ഡിസൈഡിങ് ഇൻ അഡ്വാൻസ്. എന്താണ് പ്ലാനിംഗ്? മീൻസ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ്. എന്താണ്? വൈ ടു ഡു, വെയർ ടു ഡു, ആൻഡ് ഹൂ വിൽ ബി റെസ്പോൺസിബിൾ ഫോർ ഡൂയിങ് ആൻഡ് പ്ലാനിങ്. അപ്പം കൂൺസ് ആൻഡ് ഡോണൽ പറഞ്ഞിരിക്കുന്നത് അതാണ് ആ ഡെഫിനേഷനിൽ അദ്ദേഹത്തിൻ്റെ. പ്ലാനിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് വാട്ട് ടു ഡു, ഹൗ ടു ഡു, when to do, and who is to do it. So planning helps in determining the objectives to be achieved and the course of action to be followed to achieve them. മനസ്സിലായല്ലോ? അപ്പോൾ പ്ലാനിംഗ് എന്ന് പറയുന്നതാണ് ഇറ്റ് ഈസ് ദ ഫസ്റ്റ് ടൂൾ ഓഫ് ദ ഫങ്ഷൻസ് ഇൻ ദ മാനേജറിയൽ ടാസ്ക്. ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ സക്സസ്ഫുൾ ആൻഡ് അൺസക്സസ്ഫുൾ മാനേജർ ലൈസ് വിത്തിൻ ദ പ്ലാനിംഗ് പ്രൊസീജിയർ. അതായത് പ്ലാനിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇറ്റ് ഈസ് എ ലോജിക്കൽ തിങ്കിങ് ത്രൂ ഗോൾസ് ആൻഡ് മേക്കിംഗ് ദ ഡിസിഷൻ ആസ് ടു what needs to be accomplished in order to reach the organizational objectives. So managers use this process to plan for the future, like a blueprint to foresee problem, decide on the actions to evade difficult issues, and to beat the competition. മനസ്സിലായല്ലോ? അപ്പോൾ പ്ലാനിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ മെൻ്റൽ പ്രോസസ് റിക്വയറിംഗ് ഫോർസൈറ്റ് ആൻഡ് സൗണ്ട് ജഡ്ജ്മെൻറ്റ്. It consists of examining various alternative course of action available and choosing the best one in order to achieve predetermined goals. Okay. Second function is organizing. ഇപ്പോൾ കൂൺസ് ആൻഡ് ഡോണൽ പറഞ്ഞിരിക്കുന്ന ഓർഗനൈസിങ്ങിൻ്റെ ഡെഫിനേഷൻ തന്നിട്ടുണ്ട്. ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഇസ് എ സ്ട്രക്ചറൽ റിലേഷൻഷിപ്പ് ബൈ വിച്ച് an enterprise is bound together and the framework in which individual effort is so coordinated. അതായത് ഓർഗനൈസിങ് ഫങ്ഷൻ എന്ന് പറയുന്നതാണ് സെക്കൻഡ് ഫങ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ്. ഇസ് ഗെറ്റിംഗ് പ്രിപ്പയർഡ്, ഗെറ്റിംഗ് ഓർഗനൈസ്ഡ്. ഓക്കെ, മാനേജർ മസ്റ്റ് ഓർഗനൈസ് all its resources well before in hand to put into practice the course of action to decide that has been പ്ലാൻഡ് ഇൻ ദ ബേസ് ഫങ്ഷൻ. അതായത് പ്ലാനിങ് ഫങ്ഷനിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത് അറ്റൈൻ ചെയ്യാൻ വേണ്ടി എങ്ങനെ ഓർഗനൈസ് ചെയ്യും ഈ റിസോഴ്സസ് എന്നുള്ളതാണ് ഇവിടെ നടക്കുന്നത്. അതായത് ത്രൂ ദിസ് പ്രോസസ് മാനേജർ വിൽ നൗ ഡിറ്റർമിൻ ദ ഇൻസൈഡ് ഡയറക്ടറിയൽ കോൺഫിഗറേഷൻ. അതായത് എസ്റ്റാബ്ലിഷ് ആൻഡ് മെയിൻറ്റെയിൻ റിലേഷൻഷിപ്പ് ആൻഡ് ഓൾസോ അസൈൻ റിക്വയർഡ് resources. അതായത് ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് എസ്റ്റാബ്ലിഷിംഗ് റിലേഷൻഷിപ്പ് അമംഗ് ദ മെമ്പേഴ്സ് ഓഫ് ദി ഓർഗനൈസേഷൻ. ഈ ഒരു റിലേഷൻഷിപ്പ് ക്രിയേറ്റഡ് ഇൻ ടേംസ് ഓഫ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. അതായത് ഓർഗനൈസേഷൻ പ്രൊവൈഡ്സ് ദ ഫ്രെയിം വർക്ക് വിത്തിൻ വിച്ച് പീപ്പിൾ അസോസിയേറ്റ് ഫോർ ദ അറ്റൈൻമെൻറ്റ് ഓഫ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി ബിസിനസ്. ഓക്കെ, അപ്പോൾ എപ്പോഴും ഒരു സൗണ്ട് ഓർഗനൈസേഷൻ ആണെങ്കിൽ ദിസ് ഹെൽപ്സ് ദ മാനേജ്മെൻറ്റ് ഇൻ അച്ചീവിങ് group efforts. Okay, so each one in the organization is clear about his duties, the work he has to do, his responsibilities, to whom he is accountable, and who all are accountable to him.
ഓക്കെ, അപ്പം ഓർഗനൈസിങ് ഫങ്ഷനിൽ ഇത്രയേ വരുന്നുള്ളൂ. ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് ഗ്രൂപ്പിംഗ് ഓഫ് ആക്ടിവിറ്റീസ് ടു ബി അണ്ടർടേക്കൻ ആൻഡ് അസൈനിങ് ദം ടു ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ്. മനസ്സിലായല്ലോ ഓർഗനൈസിങ് എന്താണെന്നുള്ളത്. അതായത് ഡിവിഷൻ ഓഫ് വർക്ക് ഇൻ ടു functions and sub-functions, grouping of activities that are closely related in their nature, assigning of duties and responsibilities to the employees, and finally delegation of authority and power to each employee or the group to discharge their duties according to the process come under the functions of management organize. Okay, അപ്പോൾ ഓർഗനൈസിങ് കഴിഞ്ഞു. തേർഡ് ഫങ്ഷൻ എന്ന് പറയുന്നത് സ്റ്റാഫിംഗ് ആണ്. സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം എന്താണ്. ദിസ് ഇസ് ദ തേർഡ് ഫങ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ് ആഫ്റ്റർ ഓർഗനൈസേഷണൽ ഫങ്ഷൻസ് ആർ ഡൺ. അതായത് ആളുകളെ തിരിച്ച് ഗ്രൂപ്പാക്കിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇമ ഡിസൈഡ്സ് ടു ബ്രീഫ് ഓഫ് സ്റ്റാഫിംഗ് ബൈ റിക്രൂട്ടിംഗ്, സെലക്ടിംഗ്, ട്രെയിനിങ് ആൻഡ് ഡെവലപ്പിംഗ് എംപ്ലോയീസ്. The manager in a large organization often works with the company's human resource department to accomplish this goal. അതായത് വലിയ വലിയ ഓർഗനൈസേഷൻസ് ആണെങ്കിൽ ഈ സ്റ്റാഫിംഗ് ഫംഗ്ഷന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഉണ്ട്, ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഫങ്ഷൻ ബൈ വിച്ച് മാനേജേഴ്സ് ബിൽഡ് ആൻ ഓർഗനൈസേഷൻ ത്രൂ റിക്രൂട്ട്മെൻറ്റ്, സെലക്ഷൻ, ഡെവലപ്മെൻറ്റ് ഓഫ് ഇൻഡിവിജ്വൽസ് ആസ് കേപ്പബിൾ പേഴ്സൺസ്. അപ്പോൾ ഇവിടെ വരുന്നത് ഇതൊക്കെയാണ്. സ്റ്റാഫിങ്ങിൽ എന്താണ്? ആക്ഷൻ ഇനീഷ്യേറ്റഡ് ടു പ്രൊക്യൂർ സ്യൂട്ടബിൾ പേഴ്സണൽ ടു ഫിൽ വേരിയസ് ജോബ്സ് ഇൻ ദ ഓർഗനൈസേഷൻ. അതായത് നമ്മൾ ആദ്യം പ്ലാൻ ചെയ്ത് വെച്ചു എങ്ങനെയൊക്കെ എത്രയൊക്കെ ആൾ വേണം എന്നുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് ആളുകളെ എന്താക്കുക, റിക്രൂട്ട് ചെയ്യുക. ഇറ്റ് ഈസ് കൺസേൺ വിത്ത് ഹ്യൂമൻ റിസോഴ്സസ്. ഓക്കെ, സോ ഇറ്റ്സ് എയിം ഇസ് ടു പ്ലേസ് ദ റൈറ്റ് പേഴ്സൺ ഫോർ ദ റൈറ്റ് ജോബ് അറ്റ് ദ റൈറ്റ് ടൈം. ഓക്കെ, അപ്പം എന്താണ് ഫങ്ഷൻസ് ഓഫ് സ്റ്റാഫിംഗ് എന്നുള്ള സ്റ്റാഫിംഗ് ഫങ്ഷൻ മനസ്സിലായല്ലോ. ദെൻ നെക്സ്റ്റ് വൺ ഇസ് ഡയറക്റ്റിംഗ്. ഡയറക്റ്റിംഗ് ഡെഫിനേഷൻ ഇതിൽ പറയുന്നുണ്ട്, കൂൺസ് ആൻഡ് ഒഡോണലിൻ്റെ ഡെഫിനേഷൻ. Directing is a complex function that includes all those activities which are designed to encourage subordinates to work effectively and efficiently. അതായത് ഈ ഡയറക്റ്റിംഗ് ഫങ്ഷനിൽ എന്താ വരുന്നത് വെച്ചാൽ ഇറ്റ് ഇൻവോൾവ്സ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് പ്ലാൻസ് by mobilizing individuals and group efforts through motivation, communication, leadership and supervision. അതായത് നമുക്ക് പറയാം ഡയറക്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ആക്ടിവേറ്റിംഗ് ദ എഫേർട്സ് ഓഫ് എംപ്ലോയീസ് ടുവേർഡ്സ് ദ അച്ചീവ്മെൻറ്റ് ഓഫ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്. ഓക്കെ, ഇതിനെയാണ് നമ്മൾ പറയുന്നത് ഇറ്റ് ഇസ് കോൾഡ് മാനേജ്മെൻറ്റ് ഇൻ ആക്ഷൻ. അതായത് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ മൂവിങ് ടു ആക്ഷൻ. ഇതുവരെ നമ്മളിങ്ങനെ പ്ലാൻ ചെയ്യലൊക്കെ ആയിരുന്നു. ഫസ്റ്റ് ടു ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഫുള്ളി പ്ലാനിങ് ആൻഡ് തിങ്കിങ് ഫങ്ഷനാണ്. ഫസ്റ്റത്തത് തിങ്കിങ് ഫങ്ഷൻ. ഓർഗനൈസിംഗ് എന്ന് പറഞ്ഞാൽ ഒരു രണ്ടിൻ്റെയും കൂടെ ഒരു കോമ്പിനേഷനാണ് അവിടെ നടക്കുന്നത്, തിങ്കിങ് ആൻഡ് ഡൂയിങ് എന്ന് പറയാം. മൂന്നാമത് സ്റ്റാഫ്സിനെ റിക്രൂട്ട് ചെയ്ത് ശരിക്കും ഒരു ആക്ഷൻ നടക്കുന്നത് മാനേജ്മെൻറ്റ് ഇൻ ആക്ഷൻ എന്ന് പറയുന്ന ഈ ഡയറക്റ്റിംഗ് ഫങ്ഷനിലാണ്. ഓക്കെ, അപ്പോൾ ഡയറക്ഷൻ ഇൻവോൾവ്സ് എന്തൊക്കെയാണ്? സൂപ്പർവൈസിങ്, കമ്മ്യൂണിക്കേറ്റിംഗ് and providing leadership to subordinates and motivating them to achieve organizational objectives. Okay, then next one is ഏതാണ്? കോർഡിനേഷൻ. അപ്പോൾ കോർഡിനേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, കോർഡിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് യു മീൻ ബൈ കോർഡിനേഷൻ? Coordination is a function of management, refers to എന്താണ് the process of integrating the activities of different units of an organization. അതായത് ഇവിടെ നടക്കുന്നത് എന്താണ്? ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസ് ഇൻറ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് എന്താക്കുക, ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യുക. അതായത് ഇറ്റ് ഈസ് ദി അച്ചീവ്മെൻറ്റ് ഓഫ് എന്താ പറയുക, orderly group efforts and unity of action in the pursuit of a common purpose. അതായത് ഇറ്റ് ഈസ് എ വർക്ക്
work assigned to different departments, units, and individuals must be coordinated by managers at all levels regularly. അപ്പോൾ കോർഡിനേഷൻ നമുക്ക് പറയാം ഇറ്റ് ഈസ് റിഗാർഡ് ആസ് ദി എസെൻസ് ഓഫ് മാനേജ്മെൻറ്റ് ആൻഡ് നോട്ട് എ സെപ്പറേറ്റ് ഫങ്ഷൻ. അപ്പോൾ കോർഡിനേഷൻ എന്ന് പറയുന്നത് എന്താണ്? Management has to ensure that all the activities contribute to the achievement of objectives of the organization as a whole. അതായത് it requires integration of activities and synchronization of efforts. മനസ്സിലായല്ലോ? അപ്പോൾ കോർഡിനേഷനിൽ അതാണ് വരുന്നത്. നെക്സ്റ്റ് വൺ ഈസ് കൺട്രോളിങ്. കൺട്രോളിങ് ഫങ്ഷനിൽ വരുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് റെഗുലേറ്റിംഗ് ദ ഓൺഗോയിങ് ആക്ടിവിറ്റീസ് ഓഫ് ദി ഓർഗനൈസേഷൻ ടു എൻഷുർ ദാറ്റ് ദേ ആർ ഇൻ കൺഫോമിറ്റി വിത്ത് ദ എസ്റ്റാബ്ലിഷ്ഡ് പ്ലാൻസ് ആൻഡ് പ്രൊഡ്യൂസ് ദ ഡിസയേർഡ് റിസൾട്ട്സ്. അതായത് ത്രൂ കൺട്രോളിംഗ് ഫങ്ഷൻ മാനേജ്മെൻറ്റ് ക്യാൻ കീപ് ദ ഓർഗനൈസേഷൻ ടുവേർഡ്സ് ഇറ്റ്സ് ചൂസൺ ട്രാക്ക്. അതായത് നമുക്ക് പറയാം ഈ ഇതിൽ വരുന്നതാണ് എന്താണ്? ഇറ്റ് ഇൻവോൾവ്സ് എസ്റ്റാബ്ലിഷിംഗ് സ്റ്റാൻഡേർഡ്സ് ഓഫ് പെർഫോമൻസ്, ദെൻ മെഷറിംഗ് കറക്റ്റ് പെർഫോമൻസ്, ആൻഡ് കമ്പയറിംഗ് ദ പെർഫോമൻസ് വിത്ത് എന്താ പറയുക എസ്റ്റാബ്ലിഷ്ഡ് സ്റ്റാൻഡേർഡ്സ്, then detecting or finding out the deviations from the standards if any, then taking corrective actions for significant deviations. അപ്പം കൺട്രോളിംഗ് ഫങ്ഷൻ ഇൻവോൾവ്സ് ദീസ് സ്റ്റെപ്സ്. അതായത് ആദ്യം നമ്മളൊരു സ്റ്റാൻഡേർഡ് വെക്കുന്നു, എന്നിട്ട് ആക്ച്വൽ പെർഫോമൻസ് ഈ സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ട് തന്നെയാണോ വന്നിരിക്കുന്നത് നോക്കും, കമ്പയർ ചെയ്യുന്നു. പിന്നെ എന്താ ചെയ്യുന്നത്? ഡീവിയേഷൻസ് കമ്പയർ ചെയ്തിട്ട് എന്തെങ്കിലും ഡീവിയേഷൻസ് ഉണ്ടെങ്കിൽ അതിനെന്താക്കുന്നു? കറക്റ്റീവ് ആക്ഷൻസ് എടുക്കുന്നു. അപ്പോൾ ഇതാണ് കൺട്രോളിംഗ് ഫങ്ഷനിൽ വരുന്നത്. മനസ്സിലായല്ലോ? കൺട്രോളിങ്ങിൽ എന്താ വരുന്നത്? To ensure that the activities of the personnel and the use of resources are in conformity with the plans. Okay. Then 2 more functions are added. അതായത് ഏണസ്റ്റീലിൻ്റെ ഡെഫിനേഷനിൽ 7 functions ആ പറഞ്ഞിരിക്കുന്നത്. അതിലടുത്തത് ഏതാ വരുന്നത്? ഇന്നവേറ്റിംഗ്. അതായത് നമുക്കറിയാം ദീസ് ഡേയ്സ് ഇറ്റ് ഈസ് നെസസറി ദാറ്റ് ആൻ ഓർഗനൈസേഷൻ കോൺസ്റ്റൻ്റ്ലി ഗ്രോസ് ബെറ്റർ. അതായത് ദിസ് മേക്സ് ദ ഇന്നവേഷൻ ഫങ്ഷൻ, ഇറ്റ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻ ഓഫ് ദി മാനേജർ, ഇന്നവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇന്നവേഷൻ എന്ന് പറഞ്ഞാൽ മാനേജേഴ്സിന് തീരുമാനിക്കാം ഇന്നവേറ്റ് ഓർ സ്റ്റാഗ്നേറ്റ് എന്നുള്ളത്. ദാറ്റ് ഈസ് ദ സ്റ്റാർക്ക് റിയാലിറ്റി ആൻഡ് ചാലഞ്ച് കൺഫ്രണ്ടിങ് എവറി ബിസിനസ് എൻ്റർപ്രൈസ് ടുഡേ. സോ ചേഞ്ച് എന്ന് പറയുന്നത് എന്താ? ചേഞ്ച് ഇസ് ദ കീ ടു വിന്നിങ് ആൻഡ് റീറ്റെയിനിങ് ലീഡർഷിപ്പ് ഇൻ ദ മാർക്കറ്റ്. അതായത് എപ്പോഴും ഇന്നത്തെ ഈ ഒരു കോമ്പറ്റിറ്റീവ് വേൾഡിൽ പിടിച്ചു നിൽക്കണം എന്നുണ്ടെങ്കിൽ പുതിയ പുതിയ ഐഡിയാസ് എന്താക്കണം എന്നാണ് പറയുന്നത്? ഇന്നവേറ്റീവ് ഐഡിയാസ് കൊണ്ടുവന്നെങ്കിൽ മാത്രമേ ഉള്ളൂ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പം ദിസ് ഇസ് ഓൾസോ കൺസിഡേർഡ് ആസ് വൺ ഓഫ് ദി ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ്. Then another one is representing. അതായത് managers is also required to spend a part of his time in representing his organization before various outside groups which have some stake in the organization. അതായത് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ട്. അതായത് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഓഫ് ദി ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഗവൺമെൻറ് ഒഫീഷ്യൽസ് ആവാം, ലേബർ യൂണിയൻസ് ആവാം, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, കസ്റ്റമേഴ്സ്, സപ്ലയേഴ്സ് എക്സെട്ര. അപ്പം മാനേജ്മെൻറ്റ് കൺസിസ്റ്റ് ഓഫ് എ ഡിസ്റ്റിങ്ക്റ്റീവ് സീരീസ് ഓഫ് കോംപ്ലക്സ് വേസ് ഓഫ് എഫക്റ്റിംഗ് റെപ്രസെൻറ്റേഷൻ. അതായത് ഏത് രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യണം, എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതായത് എങ്ങനെയാണ് പറയാം? മാനേജർ മസ്റ്റ് വിൻ ദ സപ്പോർട്ട് ഓഫ് വേരിയസ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഓഫ് എൻ എൻ്റർപ്രൈസ് ബൈ ഇഫക്റ്റീവ്ലി മാനേജിങ് ദ സോഷ്യൽ ഇമ്പാക്റ്റ് ഓഫ് ഹിസ് ഓർഗനൈസേഷൻ ത്രൂ എ റിയലിസ്റ്റിക് റെപ്രസെൻറ്റേഷൻ ഓഫ് ഇറ്റ്. ഓക്കെ. അപ്പം നമുക്ക് പറയാം മാനേജറിയൽ ഫങ്ഷൻസ് എന്ന് പറയുന്നത്, അതായത് ഇതിൻ്റെ സക്സസ് എന്ന് പറയുന്നത് ഡിപ്പെൻസ് ഓൺ എങ്ങനെയാണെന്നാണ് പറയുന്നത്? there is no rigid sequence of performance of the functions. So one cannot say that a manager will organize only when the job of planning is over, or will actuate only when the stage of organizing is completed. So in practice,
a manager has to perform these activities simultaneously to achieve the desired objectives. This is what makes the management process a complex process. Okay, so thank you. These are the functions of management in brief. So tomorrow let's discuss what is planning, organizing, etc. in detail. Thank you.